ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. കഴിഞ്ഞ കുറേ ഡെക്കേഡ്സ് ആയിട്ട് ഹ്യൂമൻ പോപ്പുലേഷൻ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്ന റേറ്റും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് വേൾഡിൻ്റെ പല ഭാഗത്തും സ്പീഷീസിൻ്റെ ലോസ് അതിഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. നമ്മൾ ട്രോപ്പിക്കൽ ഏരിയയിൽ അവിടെ ശരിക്കും വേൾഡിൻ്റെ 1/4 പോപ്പുലേഷൻ മാത്രമേ 1/4 ഏരിയ മാത്രമേ ട്രോപ്പിക്കൽ ഏരിയയിൽ കാണപ്പെടുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ആ ഒരു റീജിയണിൽ ടോട്ടൽ ഹ്യൂമൻ പോപ്പുലേഷൻ്റെ 3/4 ഭാഗവും നമ്മുടെ ഈ ട്രോപ്പിക്കൽ റീജിയണിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻസിൻ്റെ നീഡ്സിനനുസരിച്ച് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ട്രോപ്പിക്കൽ ഏരിയാസിലാണ് കൂടുതലും സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത് നമുക്കറിയാം. പക്ഷേ ഇവ ജീവിച്ചിരിക്കുന്ന ഇവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് നമ്മുടെ ഹ്യൂമൻ ഇൻ്റർഫറൻസ് കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഡിസ്ട്രക്ഷൻ എൻറ്റയർ ബയോസ്ഫിയറിൻ്റെ ബാലൻസിനെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ എർത്ത് ക്വേക്സ്, ഫ്ലഡ്സ്, പിന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ്, ഫോറസ്റ്റ് ഫയേഴ്സ് തുടങ്ങിയ നാച്ചുറൽ കലാമിറ്റീസും ഫ്ലോറ ആൻഡ് ഫോണയ്ക്ക് ഭയങ്കരമായ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് അഫക്റ്റഡ് ഏരിയയിൽ അല്ലെങ്കിൽ റീജിയണിലുള്ള ബയോഡൈവേഴ്സിറ്റിയും കുറഞ്ഞു വരുന്നുണ്ട്. ഇനിയും ചില സെൻസിറ്റീവ് വീക്കായിട്ടുള്ള സ്പീഷീസ് ഉണ്ടാകും. ഇവയെ ഡിസ്ട്രോയ് ചെയ്യുന്നതിൽ ഒരു മേജർ പങ്ക് വഹിക്കുന്നത് പെസ്റ്റിസൈഡ്സും ഹൈഡ്രോ കാർബൺസും അതുപോലുള്ള പൊല്യൂട്ടൻസുകളാണ്. ടോക്സിക് ഹെവി മെറ്റൽസും ഒക്കെ ഇത്തരത്തിലുള്ള വീക്ക് ആൻഡ് സെൻസിറ്റീവ് സ്പീഷീസിൻ്റെ ഡിസ്ട്രക്ഷനും എക്സ്റ്റൻഷനും ഒക്കെ കാരണമാകും. ഇനിയും ഒരു ഹാബിറ്റാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്പീഷീസാണ് നേറ്റീവ് സ്പീഷീസ് എന്ന് പറയാം നമുക്ക്. പക്ഷേ ഇതല്ലാതെ ആ ഒരു ഏരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ സ്പീഷീസ് ഏതോ അതാണ് എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ദ സ്പീഷീസ് വിച്ച് ആർ നോട്ട് ദ നാച്ചുറൽ ഇൻഹബിറ്റൻസ് ഓഫ് ദ ലോക്കൽ ഹാബിറ്റാറ്റ് ബട്ട് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സിസ്റ്റം ആർ കാൾഡ് എക്സോട്ടിക് സ്പീഷീസ്. ഇത്തരത്തിൽ ഒരു എക്സോട്ടിക് സ്പീഷീസിനെ ഒരു പുതിയ റീജിയനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം അവിടെ നിലവിലുണ്ടായിരുന്ന സ്പീഷീസിൻ്റെ ഡിസ്ട്രക്ഷനും അവയുടെ എക്സ്റ്റിങ്ഷനും ഒക്കെ ഇത് കാരണമാകും. ഇത്തരത്തിലുള്ള ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിൻ്റെ ഒരു എക്സാമ്പിളാണ് വാട്ടർ ഹയാസിന്ത്. നമ്മളുടെ നാട്ടിലൊക്കെ ഈ ഒരു ചെടി കാണാറുണ്ട്, കുളത്തിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് ഇൻവേസീവ് സ്പീഷീസാണ്, ഏലിയൻ സ്പീഷീസാണ്, നേറ്റീവ് അല്ല, ആ ഒരു റീജിയനിൽ കാണപ്പെടുന്നതല്ല. ഇത് ഒരു റീജിയനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കര റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും നടക്കുന്നത്. ആൻഡ് വെള്ളത്തിൻ്റെ മുകളിൽ തിക്ക് ലെയേഴ്സ് ആയിട്ടാണ് ഇത് വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ വെള്ളത്തിൽ ജീവിക്കുന്ന മറ്റ് അക്വാട്ടിക് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളോ സൺലൈറ്റോ ഒന്നും ഇതിൻ്റെ ആ ഒരു ഇൻ്റർഫറൻസ് കൊണ്ട് കിട്ടത്തില്ല. So, there are many examples when a natural biotic community of the ecosystem suffered extensive damage because of the introduction of exotic species. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ലോസിൽ ഫസ്റ്റ് കാരണം നമ്മൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു ഏലിയൻ സ്പീഷീസിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. പിന്നെ ഇത് കൂടാതെ പല ജീവികളെയും ടൈഗേഴ്സ്, എലഫൻസ് ഇതിനെയൊക്കെ പോച്ചേഴ്സ് അവയുടെ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഇവയെ കൊന്നിട്ട് ഇപ്പം ആനയെ കൊന്നിട്ട് ആനക്കൊമ്പനെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരുപാട് ജീവജാലങ്ങളെ ഹണ്ട് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് ചില ഓർഗാനിസംസ് എക്സ്റ്റിങ്ക്റ്റ് ആയി. അതുകൂടാതെ ചില ഓർഗാനിസംസ് എക്സ്റ്റിങ്ഷൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവയെ എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള ത്രെട്ടൻഡ് സ്പീഷീസ് ഏതൊക്കെ, എൻഡേഞ്ചർഡ് ആയവ ഏതൊക്കെ, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയവ ഏതൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ഗ്ലോബലി ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് IUCN ആണ്, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. ഇത്തരത്തിൽ ഈ പ്ലാന്റ്സിൻ്റെ ആയാലും ആനിമൽസിൻ്റെ ആയാലും ത്രെട്ടൻഡ് സ്പീഷീസിൻ്റെ ഒരു കാറ്റഗറി ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്തരത്തിൽ IUCN ഒരു റെഡ് ലിസ്റ്റ് തയ്യാറാക്കും, ത്രെട്ടൻഡ് സ്പീഷീസിൻ്റെ ഒരു റെഡ് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ ആ ലിസ്റ്റ് വഴി നമുക്ക് ഓരോ ഓർഗാനിസത്തിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതിൽ നമുക്ക് എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദോസ് സ്പീഷീസ് വിച്ച് ആർ ഇൻ ഡേഞ്ചർ ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇവ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടില്ല, പക്ഷേ ദേ ആർ ഇൻ ഡേഞ്ചർ. അപ്പോൾ വേൾഡ് വൈഡുള്ള ഇത്തരത്തിലുള്ള എൻഡേഞ്ചർഡ് സ്പീഷീസിൻ്റെ ലിസ്റ്റ് IUCN എന്ത് ചെയ്യും, IUCN റെഡ് ലിസ്റ്റ് ആക്കിയിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇവയ്ക്കൊരു എക്സ്ട്രാ കെയർ കൊടുക്കണം എന്നാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഇവരെ സംരക്ഷിച്ചില്ലെങ്കിൽ അവ അധികം വൈകാതെ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആവും. അപ്പം ഇന്ത്യയിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസിനെയാണ് ഞാനിപ്പം ലിസ്റ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ ഗോൾഡൻ ഡാങ്കർ, അവയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇവിടെ എൻഡേഞ്ചേർഡ്, അപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണ് നോട്ട് ഇവാലുവേറ്റഡ്, ഡാറ്റ ഡെഫിഷ്യൻ്റ്, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. ലീസ്റ്റ് കൺസേൺ, നിയർ ത്രെട്ടൻഡ് ആയിട്ടുള്ളവയുണ്ട്, പിന്നെ വൾണറബിൾ. അതും കഴിഞ്ഞിട്ട് എൻഡേഞ്ചേർഡ് എന്നതിലാണ് എന്തിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഗോൾഡൻ ലാംഗ്വേജിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ്, ദെൻ എക്സ്റ്റിങ്ക്റ്റ്. ഇത്രയുമാണ് ഇതിൻ്റെ കാറ്റഗറീസ്. ടൈഗറിനെയും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ്.
പിന്നെ ഏഷ്യൻ എലിഫൻറ്റ് എൻഡേഞ്ചർഡ് ആണ്. ഈജിപ്ഷ്യൻ വൾച്ചർ എൻഡേഞ്ചർഡ് ആണ്. റെഡ് പാൻഡ ഇതും എൻഡേഞ്ചർഡ് ആണ്. നെക്സ്റ്റ് വൾണറബിൾ സ്പീഷീസ് ആണ്. They are vulnerable. This includes the species which are likely to be in danger of extinction in the near future if the factors threatening to their extinction continue. അപ്പം ഇത്തരത്തിൽ എന്താണോ അവയെ എക്സ്റ്റിങ്ഷന് വേണ്ടി ഇങ്ങനെ അവയെ ത്രെട്ടൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അത് ഇനിയും കുറച്ച് നാളും കൂടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ എക്സ്റ്റിങ്ക്ട് ആയേക്കാവുന്ന കാറ്റഗറിയാണ് വൾണറബിൾ എന്ന് പറയുന്നത്. ഇനിയും സർവൈവൽ ഓഫ് ദി സ്പീഷീസ് ഇസ് നോട്ട് അഷ്യൂർഡ് ആസ് എ പോപ്പുലേഷൻ ഹാസ് റെഡ്യൂസ്ഡ് ഗ്രേറ്റ്ലി. അപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലൗഡഡ് ലെപ്പേർഡ് വൾണറബിൾ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഹോൺബില്ലും വൾണറബിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവയെ ത്രെട്ടൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, അവ കുറച്ച് നാളും കൂടെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇവ എക്സ്റ്റിങ്ക്ട് ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നെക്സ്റ്റ് റെയർ സ്പീഷീസ്. ദി പോപ്പുലേഷൻ ഓഫ് ദി സ്പീഷീസ് ഇസ് വെരി സ്മോൾ ഇൻ ദ വേൾഡ്. ദേ ആർ കൺഫൈൻഡ് ടു എ ലിമിറ്റഡ് ഏരിയാസ് ഓർ തിൻലി സ്കാറ്റേഡ് ഓവർ എ വൈഡർ ഏരിയ. ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമായിരിക്കും ഒന്നുകിൽ കാണപ്പെടുക. വേൾഡിൽ തന്നെ വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രം ലിമിറ്റഡ് ഏരിയാസിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന, അല്ലെങ്കിൽ ഒരു വൈഡർ ഏരിയയിൽ ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ട് മാത്രം ഇവയെ കാണപ്പെടുന്നു. അത്തരത്തിലുള്ളതാണ് ഭയങ്കര റെയർ ആയിട്ട് മാത്രമേ ഇവ കാണപ്പെടുന്നുള്ളൂ. അതാണ് റെയർ സ്പീഷീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്തുകൊണ്ടാണ്? ഓൾ ഫോംസ് ഓഫ് ലൈഫ് ആർ സോ ക്ലോസ്ലി interlinked that disturbance in one gives rise to imbalance in the others. അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അതായത് ഏതെങ്കിലും ഒരു സ്പീഷീസിൻ്റെ കൗണ്ട് കുറഞ്ഞു, അവയുടെ ഒരു മൊത്തത്തിലുണ്ടായിരുന്ന ബാലൻസ് കുറഞ്ഞു എങ്കിൽ മറ്റൊരു സ്പീഷീസിനെയും ഇത് എന്താണ് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് വരിക? ഒന്നുകിൽ ആ ഏതാണോ എക്സ്റ്റിങ്ക്റ്റ് ആയത് അതിനെ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന ഏതെങ്കിലും ഓർഗാനിസം അതിന് ഫുഡില്ലാതെ ആവും. അപ്പം എന്ത് സംഭവിക്കും? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അതും എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ആവും. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയും ഇതിനെ. അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ ജീവി കഴിച്ചിരുന്ന പ്രാണികൾ അല്ലെങ്കിൽ മറ്റ് ജീവികൾ കാണുമല്ലോ, അവയുടെ കൗണ്ട് ഭയങ്കരമായിട്ട് കൂടും. കാരണം ഇതിനെ തിന്നാനായിട്ട് പ്രിഡേറ്റേഴ്സ് ഇല്ല, പ്രിഡേറ്റേഴ്സ് ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പ്രേ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടും. സോ അത് ഇൻറ്റേൺ എക്കോളജിക്കലി ഒരു ഇംബാലൻസ് പിന്നെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ മൊത്തത്തിലൊരു ബാലൻസ് നിലനിൽക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബിക്കം എൻഡേഞ്ചർഡ് ദേ കോസ് ഡിഗ്രഡേഷൻ ഇൻ ദ എൻവയോൺമെൻറ്റ് വിച്ച് മേ ത്രെട്ടൺ ഹ്യൂമൻ ബീങ്സ് ഓൺ എക്സിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വി ഹാവ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. എന്തിനു വേണ്ടി? ഒരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രാക്ടീസസ് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം ആളുകളെ. കാരണം നമ്മുടെ ഇൻ്റർഫറൻസ് കാരണം ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു എക്സ്റ്റിങ്ഷനോ അല്ലെങ്കിൽ ഒരു ത്രെട്ടോ ഉണ്ടാകാൻ പാടില്ല. സോ സസ്റ്റൈനബിൾ വേ ഓഫ് ലിവിങ്ങും കൂടെ ശീലമാക്കാനായിട്ട് നമ്മൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിൽ കൂടുതലും നമ്മൾക്കിപ്പം പുറത്തുള്ളവർക്കല്ല കൂടുതലും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. എന്നുവെച്ചാൽ 1-2 ആളുകൾ മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ പറ്റില്ല. അതിന് പകരം ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റീനെ നമ്മൾ ഇതിനെക്കുറിച്ച് നല്ല അവയർനെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. There is an increasing consciousness of the fact that such conservation with a sustainable use is possible only with the involvement and cooperation of local communities and individuals. അപ്പോൾ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങേണ്ടത്. ഫോർ ദിസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് അറ്റ് ലോക്കൽ ലെവൽസ് ഈസ് നെസസറി. ജസ്റ്റ് ഒരു സ്പീഷീസിനെ കൺസേർവ് ചെയ്തതുകൊണ്ട് മാത്രം ഈ പ്രോബ്ലം സോൾവ് ആവത്തില്ല. പകരം ഈ കൺസർവേഷൻ എന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. The critical problem is not merely the conservation of species nor the habitat, but the continuation of the process of conservation. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 155 നേഷൻസുമായിട്ട് ചേർന്നിട്ടൊരു കൺവെൻഷൻ സൈൻ ചെയ്തു. എവിടെ വെച്ചിട്ട്? ബ്രസീലിൽ വെച്ച്. ജൂൺ 1992 നടന്ന കൺവെൻഷനാണ്. റിയോ ഡി ജനൈറോയിൽ വെച്ചിട്ട് നടന്ന കൺവെൻഷൻ, എർത്ത് സമ്മിറ്റ്. The Convention on Biodiversity at the Earth Summit held at Rio de Janeiro, Brazil in June 1992. അപ്പോൾ അത് പ്രകാരം ഒരു 6 സ്റ്റെപ്സ് ഫോളോ ചെയ്യണം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടി എന്നാണ് പറഞ്ഞത്, കൺക്ലൂഡ് ചെയ്തത്. ഫസ്റ്റ് വൺ, എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു പ്രിസർവ് ദ സ്പീഷീസ് ദാറ്റ് ആർ എൻഡേഞ്ചർഡ്. നെക്സ്റ്റ്, prevention of extinction requires proper planning and management. The third one, varieties of food crops, forage plants, timber trees, livestock, animals and their wild relatives should be preserved. Fourth one, each country should identify habitats of wild relatives and ensure their protection. Fifth one, habitats where species feed, breed, rest and nurse their young should be safeguarded and protected. And finally, international trade in wild plants and animals be regulated. ഇപ്പോൾ എർത്ത് സമ്മിറ്റിൽ 6 കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രിസർവ് ചെയ്യണം, അതിന് വേണ്ടിയുള്ള എഫേർട്സ് എടുക്കണം. പിന്നെ
ഇപ്പോൾ എക്സ്റ്റിങ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിന് പ്രോപ്പർ പ്ലാനിങ്ങും മാനേജ്മെൻറ്റും ആവശ്യമാണ്. പിന്നെ വെറൈറ്റീസ് ഫുഡ് ക്രോപ്സും മറ്റ് പ്ലാന്റ്സും ടിമ്പേഴ്സും ഒക്കെ എന്ന് പറയുന്നത് അതിൻ്റെ വൈൽഡ് റിലേറ്റീവ്സിനെയും ആനിമൽസിനെയൊക്കെ പ്രിസേർവ് ചെയ്യണം. ഇനിയും ഓരോ കൺട്രിയും അവയുടെ ഹാബിറ്റാറ്റ്സ്, അവയുടെ വൈൽഡ് റിലേറ്റീവ്സിൻ്റെ ഹാബിറ്റാറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം, എന്നിട്ട് അവയുടെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുകയും വേണം. ഇനിയും ഓരോ സ്പീഷീസും അവർ ഭക്ഷിക്കുന്നതായാലും അവർ ബ്രീഡ് ചെയ്യുന്നതാണെങ്കിലും അവർ റെസ്റ്റ് എടുക്കുന്നതായാലും അവയുടെ യങ് ബേൺസിനെ പ്രൊട്ടക്റ്റ് നേഴ്സ് ചെയ്യുന്ന ഏരിയാസ് ആണെങ്കിലും ആ ഒരു റീജിയൻ എന്ന് പറയുന്ന ആ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് അതിനെ സേഫ് ഗാർഡ് ചെയ്യുകയും വേണം, പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. ഇനിയും ഇൻ്റർനാഷണൽ ട്രേഡ് വൈൽഡ് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെ ആയാലും ഈ രണ്ടിൻ്റെ ആയാലും ഇൻ്റർനാഷണൽ ട്രേഡ് റെഗുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് ടു പ്രൊട്ടക്ട് പ്രിസർവ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ വെറൈറ്റി ഓഫ് സ്പീഷീസ് വിത്തിൻ ദ നാച്ചുറൽ ബൗണ്ടറീസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്ഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. അപ്പം ആസ് എ റിസൾട്ട് എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വന്നു. അതിൽ കൂടെ നാഷണൽ പാർക്സും സാങ്ച്വറീസും വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്സിനെയൊക്കെ ഡിക്ലെയർ ചെയ്ത് തുടങ്ങി. ഇനിയും ചില കൺട്രീസ് ഉണ്ട്, ട്രോപ്പിക്കൽ റീജിയനിൽ കാണപ്പെടുന്ന ചില കൺട്രീസ് ഉണ്ട്, അവിടെയെന്ന് വെച്ചാൽ വേൾഡ് സ്പീഷീസിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള വെറൈറ്റീസ് കാണപ്പെടുന്നുണ്ട്. അവയെ മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സ് എന്ന് പറയുന്നു. ആ റീജിയൻ, ആ ഒരു കൺട്രീസിനെ മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പം 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ആണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നതാണ് ലാർജ് നമ്പർ ഓഫ് വേൾഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇവിടെ ഈ ഒരു റീജിയനിൽ കാണപ്പെടുന്നുണ്ട്. മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സിൽ അതിൽ നമ്മുടെ ഇന്ത്യയും ഒരു ഭാഗമാണ്. മെക്സിക്കോ, കൊളംബിയ, ഇക്വഡോർ, പെറു, ബ്രസീൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, മഡഗാസ്കർ, ചൈന, ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ഇവയെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സാണ്. In order to concentrate resources on those areas that are most vulnerable, the IUCN has identified certain areas of biodiversity hotspots. അപ്പോൾ ഓരോ റീജിയനിലെ വെജിറ്റേഷനെ അനുസരിച്ചാണ് ഹോട്ട്സ്പോട്ട്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ നോക്കുമ്പോൾ പ്ലാന്റ്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം അവ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദീസ് ഡിറ്റർമൈൻ ദ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ എക്കോസിസ്റ്റം. വേൾഡിലെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് MCQs നോക്കാം. The conservation of biodiversity is important for all organisms. Second question, threatened species are those which threatened species എന്താണ്? മറ്റുള്ളവരെ ത്രെട്ടൺ ചെയ്യുന്നതാണോ? അല്ല. ലയൺ ആൻഡ് ടൈഗർ ആണോ? അല്ല. അബണ്ടൻ്റ് അല്ല. ഓക്കെ, ദേ ആർ സഫറിങ് ഫ്രം ഡേഞ്ചർ ഓഫ് എക്സ്റ്റിങ്ഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, നാഷണൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് എന്തിനു വേണ്ടിയിട്ടാണ്? കൺസർവേഷന് വേണ്ടിയിട്ടാണ്. ഇത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഓരോ ഓർഗാൻസിൻ്റെയും കൺസർവേഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നാഷണൽ പാർക്സും സാങ്ച്വറീസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ബയോഡൈവേഴ്സിറ്റി ഈസ് റിച്ചർ ഇൻ എവിടെയാണ്? ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ കാണുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. അവിടുന്ന് മുകളിലേക്ക് പോകും തോറും ട്രോപ്പിക്കൽ റീജിയനിൽ മുകളിലേക്ക് പോളാർ റീജിയനിലേക്ക് പോകും തോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് എർത്ത് സമ്മിറ്റ് വാസ് ഹെൽഡ്? ബ്രസീലിലാണ്. ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ നോക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫി ടെക്സ്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞു. എല്ലാ ചാപ്റ്റേഴ്സിനും കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.